ഹായ് ഹലോ. ഇന്ന് ഞാനേ നമ്മുടെ പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാൾ കൂടാൻ പോകണ്ട. നമുക്ക് ഇന്ന് പെരുന്നാൾ കാഴ്ച കാണാട്ടാ. പള്ളിപ്പുറം പെരുന്നാൾ എന്നൊക്കെ പറയുമ്പോഴേലും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത്, അന്നും ഇന്നൊക്കെ ഓടി വരുന്നത് നമ്മുടെ മഞ്ഞുവാത പള്ളി തന്നെ കേട്ടാ. ഇവിടെ എന്ന് പറഞ്ഞാല് ജൂലൈ 31-നാണ് ഇവിടെ കൊടിയേറുന്നത്. ജൂലൈ 31-ന് കൊടിയേറി ഓഗസ്റ്റ് 15-ആണ് ലാസ്റ്റ് ദിവസം. അവിടെ ലാസ്റ്റ് പെരുന്നാൾ ദിവസം. അങ്ങനെ ഞാൻ എന്റെ കല്യാണത്തിന് മുമ്പ് മിക്കപ്പോഴും ഈ പെരുന്നാളിന് കൊടിയേറിന അന്ന് തുടങ്ങി മിക്ക ദിവസവും ഞാനും അച്ഛനും അമ്മയും കൂടി ഈ പള്ളിമുറ്റത്ത് വരും. ഇവിടെ വന്നാലെന്ന് പറഞ്ഞാല് ഇഷ്ടമാതിരി പള്ളിക്ക് ചുറ്റിനും കടകളാണ്. ഇവിടെ പണ്ടൊക്കെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു തരുമായിരുന്നു, ഇവിടെ വന്നാൽ അച്ഛനും അമ്മേനെ ചോദിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടുമെന്ന്. അതേപോലെയാണ് ഇവിടെ ഫുഡ്, നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ കുറേ നമ്മ കാണാത്ത, അതായത് മുമ്പ് നമ്മ കൂട്ടുകാരായിരിക്കും, പിന്നീട് കുറെ നാളത്തേക്ക് ശേഷം പെട്ടെന്ന് അവർ ഇവിടെ വെച്ചാണ് നമ്മ കണ്ടുമുട്ടണത്. അത് നമുക്ക് ഭയങ്കര സന്തോഷം തന്നെ കേട്ടാ. പല ഫ്രണ്ട്സുകളെ ഞാനിപ്പോ ഇവിടെ വെച്ച് കണ്ട് പരിചയം പുതുക്കി. നമുക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല അത്. ഈ പള്ളിക്കൊരു ഐതിഹ്യമുണ്ട്. പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഈ ദേവാലയം ആക്രമിക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് വിശ്വാസികള് പള്ളിക്കുള്ളിലെ മാതാവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സമയത്ത് പള്ളിക്കും ആ പ്രദേശവും കനത്ത മൂടൽമഞ്ഞ് രൂപപ്പെടുകയുണ്ടായിട്ടാ. ഇത് ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ ആശയക്കുഴപ്പത്തിലാക്കി അവര് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ നമ്മൾ എല്ലാ കൊല്ലവും പെരുന്നാൾ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യം ഈ പള്ളിക്ക് പുറകുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മ ഈ പള്ളിനെ പള്ളിപ്പുറം പള്ളി എന്ന് മാത്രമല്ല പറയുന്നത്, മഞ്ഞുമാത പള്ളി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ജൂലൈ 31-ന് ഇവിടെ കൊടികേറി കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജൂലൈ 31-ന് ഇവിടെ കൊടികേറി കഴിഞ്ഞാല് ഓഗസ്റ്റ് 15 വരെയാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് കേട്ടാ. ഇന്നിപ്പോ ഞാൻ വരുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ എപ്പോഴും വന്നിരുന്നത് ഞാനാണ്. ഇപ്പൊ എനിക്ക് ഓഗസ്റ്റ് 15-ാം തീയതി മാത്രം. എന്ന് വെച്ചാൽ പിള്ളേർക്ക് ഒരു അവധി കിട്ടുന്ന ദിവസം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് 15-ാം തീയതി മാത്രം. നമുക്ക് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം. അപ്പൊ അന്ന് ഞാൻ പിള്ളേരെയും കൂട്ടി ഈ പള്ളിപ്പെരുന്നാൾ മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കേട്ടാ. ഇവിടെ എന്ന് പറഞ്ഞാൽ മുട്ടിന് കടകളാണ്. അന്ന് കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് ഓരോ കടകളിലും കയറി വള മാല സാധനങ്ങളൊക്കെ മേടിക്കുക, രാത്രി എല്ലാരെയും കണ്ട് സംസാരിച്ച് പോവുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയണേട്ടാ. ഇപ്പതേ ഞാനും അമ്മയും എല്ലാരും കൂടി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒരു പാനിപ്പൂരി ഒക്കെ കഴിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്കും അമ്മക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും മേടിച്ച്. അങ്ങനെ അതെ, അവരവിടെ ഐസ്ക്രീം കഴിക്കുന്നു, ഞാനിവിടെ പാനിപ്പൂരി മേടിക്കാൻ നിൽക്കുന്നു. അങ്ങനെ ഇന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ ഇഷ്ടമായി ഇന്ന്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം തിരക്ക് ഭയങ്കര കുറവാ. വെച്ചാല് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്രാവശ്യം നമുക്ക് കുഴപ്പമില്ല, തിരക്കൊക്കെ കുറവാണ്. പിന്നെന്താണ്, കടവിലെ മാതാവിന്റെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ അത് ലൈറ്റ് അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടാ. പിന്നെ പിള്ളേരുള്ളോട്ട് എനിക്ക് അധികം നേരം നിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാല് കല്ല് കൈ കിടന്നുറങ്ങി. അപ്പൊ വേഗം വീട്ടിലോട്ട് എത്താന്നുള്ള ഒരു ഇതില് കഴിക്കാനുള്ള പൊരി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കേറിയിട്ടേങ്ങ. അങ്ങനെ അതെ, ഇവിടെന്ന് പറഞ്ഞാല് ഇതൊക്കെയാണ് മെയിൻ. ഈ കൊടപ്പുളിയൊക്കെ ഇല്ലേ,
ഒരു ഭാഗത്ത് കൊടപ്പുളി, മറ്റൊരു മറുഭാഗത്ത് മൺചട്ടി, ഇത് അതേപോലെ വേറൊരു സ്ഥലത്ത് പൊരി, മുറുക്ക്, അങ്ങനെയുള്ള കളർ മിഠായി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പൊരിയും സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റാത്ത, പള്ളിപ്പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു സാധനം കൂടി ഉണ്ട്. അതാണ് നമ്മുടെ ഈ സബർജല്ലി. അങ്ങനെ കുറച്ച് സബർജല്ലിയൊക്കെ മേടിച്ച് അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് പോവാന്നുള്ളതിൽ നിൽക്കുകയാണ് കേട്ടാ. എന്നുവെച്ചാൽ രാത്രിയായി. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.